കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയും മുടക്കുകയില്ല. ഇന്ന് പകലിലും അവിടുത്തെ മുൻപാകെ ഏൽപ്പിച്ചു കൊടുത്ത് നേരോടെ നടക്കുവാൻ തയ്യാറാകൂ, വിശുദ്ധിയോടെ നടക്കുവാൻ തയ്യാറാകൂ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കൂ. നമ്മുടെ ദൈവം നമ്മെ കൈവിടുകയില്ല. നമ്മുടെ ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല. മാറാത്തവനും മറക്കാത്തവനും വാക്കിലും പ്രവൃത്തിയിലും വിശ്വസ്തനുമായ ദൈവത്തിൻ്റെ മുൻപാകെ നമുക്ക് സമർപ്പിക്കാം. ഭക്തനായ യോശുവ പറയുന്നത് പോലെ ജനത്തെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഏത് വഴി വേണേലും പോകാം, ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ പോകാം, പക്ഷേ നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്തോളൂ. ഞാനും എൻ്റെ കുടുംബവും നിങ്ങളെ യഹോവയെ സേവിക്കും. സേവിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അതിന് പഥ്യമുണ്ട്, വേർപാടുണ്ട്, കൽപ്പനകൾ പ്രമാണിക്കണം. അങ്ങനെ തീരുമാനമെടുത്ത ഭക്തരാണ് നമ്മുടെ മുമ്പിലുള്ളത്. ദാനിയേലിനെ നമുക്കറിയാം, ഭക്ഷണകാര്യത്തിൽ പോലും സ്വയം അശുദ്ധനാക്കാതെ വേർപാടിനു വേണ്ടി നിന്ന മനുഷ്യരാണ് ശദ്രക്ക, മേശക, അബേദ്നെഗോ. ഏത് കാലഘട്ടത്തിലും വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. കുറേ കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടക്കാനോ നല്ല ജോലി കിട്ടാനോ മറ്റു കാര്യങ്ങളോ അല്ല നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ കാണപ്പെടണം. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി ശക്തിയോടെ സ്റ്റെപ്പെടുക്കൂ, ആത്മാവിൽ പോരാടൂ, പ്രാർത്ഥിപ്പൂ. ദൈവശക്തിയാൽ നിറയുവിൻ പ്രിയരെ, കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു. ആകയാൽ അഴുക്കുള്ളവൻ അഴുക്കായിക്കോട്ടെ, അശുദ്ധനെ അശുദ്ധി ചെയ്യട്ടെ, നീതിമാൻ നീതി ചെയ്യട്ടെ. കർത്താവിൻ്റെ വചനം പറയുക, ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ എൻ്റെ പക്കൽ പ്രതിഫലവും കൂലിയുമുണ്ട്. എന്ത് ഒരു വ്യക്തിക്ക് കൊടുക്കണമോ കൊടുക്കേണ്ടതുപോലെ കൊടുക്കാൻ എൻ്റെ ദൈവത്തിന് അറിയാം. സ്തോത്രം. മറ്റുള്ളവരെ വിധിക്കാതെ നമ്മുടെ കുറവുകൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കൂ. നമ്മളെ തന്നെ ദൈവം വിധേയപ്പെടുത്തൂ. അവിടുത്തെ വരവെങ്കിൽ പോകുന്നതിന് തടസ്സമായി നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ഇടയായിത്തീരാതെ, ദൈവമേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് കഴുകണമേ. കൽവറിയിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തവും ഊറ്റിത്തന്നത് നമ്മുടെ പാപം പോക്കാനാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാകയാൽ ഈ പകൽ എത്ര പേർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും? നമ്മെ നാമായി അറിയുന്ന ഒരു ദൈവം. സഹോദരങ്ങളെ, അവിടുത്തെ വരവിനായി നമുക്കൊരൊരുക്കം വളരെ അത്യാവശ്യമാണ്. ഇനി കാലം നമ്മുടെ മുമ്പിലില്ല. നമ്മുടെ കർത്താവ് വേഗം വരാൻ പോകുന്നു. അവിടുത്തെ മക്കളെ ചേർക്കാൻ അവിടുന്ന് മടങ്ങി വരാൻ പോകുന്നു. ഒരുങ്ങിയിട്ടുണ്ടോ? ആരൊരുങ്ങിയിട്ടുണ്ട് അവരെ കൊണ്ടുപോകാൻ? എൻ്റെ ദൈവം വേഗത്തിൽ വരുന്നു. കാലമെല്ലാം കഴിയും എന്ന് ഭക്തൻ പാടിയതുപോലെ ഈ കാലം കഴിയാറായി. ഒരുങ്ങി നിന്നവർ കർത്താവിനോടുകൂടെ മണിയറയിൽ പ്രവേശിക്കും. പിന്നീടൊരവസരമില്ല, അത് ചിന്തിക്കണം. ആകയാൽ ഇന്ന് പകലിലും വിളിച്ചു പറയേണ്ട നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പ്രഖ്യാപനം ചെയ്യാൻ തയ്യാറാകൂ.
ദൈവമഹത്വം വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 31-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തി 32-ാമത്തെ വാക്യം. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. പൗലോസ്ലീഹ ജനത്തോട് പറയുന്ന പ്രസ്താവനയാണ് നാം വായിച്ചു കേട്ടത്. പള്ളിപ്രമാണികൾ പൗലോസിൻ്റെയും ശിലാസിൻ്റെയും ബർന്നബാസിൻ്റെയും ഒക്കെ അടുക്കൽ ആൾക്കാരെ അയച്ചിട്ട് ഇവരോട് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾക്ക് പറയാനുള്ളത് പറയുവിൻ. അങ്ങനെ പൗലോസ് എഴുന്നേറ്റ് ഇസ്രായേൽ പുരുഷന്മാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം. നമ്മുടെ പിതാക്കന്മാരുടെ ഒരു വാഗ്ദത്തം പഴയ നിയമ പുസ്തകങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സകല ലോകത്തിൻ്റെ രക്ഷകനായി യേശു പിറക്കുമെന്നും അവിടുത്തെ പ്രവർത്തികൾ ശക്തമാണെന്നും നമുക്കറിയാം. യശയ്യാപ്രവചനമൊക്കെ വായിക്കുമ്പോൾ കന്യഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നും നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നുവെന്നും ഒക്കെ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനേക പുസ്തകങ്ങളിൽ യേശുവിനെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് പഴയ നിയമത്തിൽ. മികാ പ്രവചനത്തിൽ നമുക്കറിയാം, നീ എഫ്രാത്തെ ബേത്ലഹേമേ, യഹൂദാ സഹസ്രങ്ങൾ ചെറുതാണെങ്കിലും അധിപതിയായവൻ നിന്ന് ഉത്ഭവിക്കും എന്ന വാക്ക് അവിടെ വ്യക്തമായി കണ്ടിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. അപ്പോൾ പഴയ നിയമ പ്രവചന ഭാഗത്ത് പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരിലൂടെ പറഞ്ഞ അരുളപ്പാടുകൾ, അല്ലെങ്കിൽ പിതാക്കന്മാരോട് അരുളി ചെയ്ത അരുളപ്പാടുകൾ നമുക്ക് വേണ്ടി യേശുവിൻ്റെ ജനനത്താൽ അത് സംഭവിക്കുക മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ അത് നിവർത്തിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, യശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ക്രൂശീകരണത്തെപ്പറ്റി വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പറയുന്നു, യേശു പുനരുത്ഥാനം ചെയ്തപ്പോൾ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തങ്ങൾ മക്കൾക്കു വേണ്ടി സ്വർഗം നിവർത്തിച്ചിരിക്കുന്നു. പിശാചിൻ്റെ സകല സംവിധാനങ്ങളെയും കല്ലുകളെയും മുദ്രകളെയും കാവൽ നിരകളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ദൈവമഹത്വം ശക്തിയോടെ ബലത്തോടെ വാഗ്ദത്തപ്രകാരം അതിൻ്റെ നിവർത്തീകരണത്തിൻ്റെ സകല പ്രവർത്തികളും വെളിപ്പെട്ടു വരേണ്ടതിന് റോമാ ഗവൺമെൻറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ട്, കാവൽ നിരയെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട്, സകല മുദ്രകളെയും പൊട്ടിച്ചുകൊണ്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് സകലരും കേൾക്കപ്പറയത്തക്ക രീതിയിൽ ഈ പ്രവചനം നിവർത്തീകരിച്ചത് മക്കൾക്ക് വേണ്ടിയാണ്. പിതാക്കന്മാരോട് വാക്ക് പറഞ്ഞവൻ ജനറേഷന് വേണ്ടി നിവർത്തിക്കുന്ന ദൈവമാണ്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ സകലരും അറിയേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ദൈവശബ്ദം പ്രവാചകന്മാരോടും പിതാക്കന്മാരോടും അരുളി ചെയ്ത് നിവർത്തീകരിക്കുന്ന ഒരു ദൈവം. റോമാ ഗവൺമെൻറ് നിങ്ങൾക്ക് തെറ്റുപറ്റി, ഏതൊക്കെ മുദ്ര കൊണ്ടുവന്നാലും ഏതൊക്കെ കാവൽ നിരയെ നിങ്ങൾ ഏർപ്പെടുത്തിയാലും
നടക്കില്ല. ഞങ്ങളുടെ ദൈവം പറഞ്ഞൊരു പ്രൊഫസിയുണ്ട്, അത് ഞങ്ങളോട് നിവർത്തീകരിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലും ഞാൻ വിളിച്ചു പറയുന്നത്, ആത്മശക്തിയോടെ അഭിഷേകത്തോടെ വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി നിവർത്തിച്ചു തന്ന ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിക്കായി സ്തോത്രം ചെയ്യാം. കല്ലറകളെ തകർക്കുന്ന ശക്തി, ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ശക്തി, ഹല്ലേലൂയ, അധികാരങ്ങളെ വെല്ലുവിളിച്ച ശക്തി, യേശുവിൻ്റെ നാമത്തിൽ സകല സംവിധാനങ്ങളെയും തകർത്തെറിഞ്ഞ ശക്തി, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും കീ ആ ഉയർത്തെഴുന്നേൽപ്പിനാൽ കൈവശം വെച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പ്രിയരെ, ആ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമ്മുടെ സകല വാഗ്ദത്തങ്ങളും പുറത്തു വരും. ആരൊക്കെ അടച്ചാലും, ആരൊക്കെ മൂടിയാലും, ഏതൊക്കെ കല്ല് വെച്ചാലും, ഏതൊക്കെ സീല് വന്നാലും അതിനെ പൊട്ടിച്ചെറിയുന്ന ഒരു പുനരുത്ഥാനത്തിൻ്റെ പവർ നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ്. നിങ്ങളുടെ തലമുറകളുടെ മേൽ വെളിപ്പെടുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിന്മേൽ വെളിപ്പെടുകയാണ്. നാളുകൾ അടച്ചതിനെ ഓർത്ത് ഭയപ്പെടേണ്ട. പുനരുത്ഥാനത്തിൻ്റെ പവർ നമുക്ക് വേണ്ടി വെളിപ്പെട്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ വാഗ്ദത്തങ്ങൾ സകലവും നിവർത്തീകരിക്കുന്നു. കൽവറിയിലൂടെ അവൻ വന്ന് നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറവീൻ. 22-ാം സങ്കീർത്തനം. അങ്ങനെയെങ്കിൽ നിവർത്തിച്ചത് ശ്രേഷ്ഠകരമായ കാര്യമാണ്. ലോകത്തിന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതാണ്. ലോകത്തിൻ്റെ സകല സംവിധാനങ്ങളെയും തകർത്തതാണ്. ഇന്ന് പകൽ നിങ്ങളുടെ ശരീരത്തിൽ ആ പവർ വ്യാപരിക്കട്ടെ. പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വ്യാപരിക്കട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ വ്യാപരിക്കട്ടെ. പറ, ഞങ്ങളോടുള്ള വാഗ്ദത്തം നിവർത്തീകരിക്കാൻ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റോ. ഉയർപ്പിനെ തടയാൻ ആർക്കും കഴിഞ്ഞില്ലെങ്കിൽ ദൈവം നമ്മളോട് അരുളിച്ചത് വാഗ്ദത്തത്തെ തടയാൻ ഏതൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിച്ചാലും അത് നടക്കില്ല. വിശ്വസിച്ചുകൊണ്ട് പറ, അത് സംഭവിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബലം വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ആത്മമണ്ഡലം തുറക്കട്ടെ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങേക്ക് ഞങ്ങൾ മഹത്വം കരയേറ്റുന്നു. അവിടുത്തെ ആത്മാവിൻ്റെ പ്രവൃത്തിക്കായി സ്തോത്രം, ദൈവ മഹത്വത്തിനായി സ്തോത്രം, അഭിഷേകത്തിനായി സ്തോത്രം, കൃപയ്ക്കായി സ്തോത്രം. ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഈ പകൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. സകല മഹത്വവും തൃപ്പാദത്തിങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, അധികാരത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ചിരിക്കുന്നു. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റതോടെ നമ്മുടെ പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നമുക്ക് വേണ്ടി നിറവേറ്റിയെങ്കിൽ ഇന്നുപോലെ ധൈര്യത്തോടെ പറ, ആ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് വിളിച്ചു പറയാൻ തയ്യാറാകൂ. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പശുവിജു മാറ്റി.